ക്രമേണയും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാനുള്ള ശ്രമങ്ങൾ UDF ആരംഭിച്ചു കഴിഞ്ഞു. അതിനായി ഘടകകക്ഷികളെ കൂടെ നിർത്തിയും പുതിയ പാർട്ടികളെ കൂടെ കൂട്ടിയും സകല തന്ത്രങ്ങളും പയറ്റാൻ ഉറച്ചു തന്നെയാണ് UDF. അങ്ങനെ UDF അധികാരത്തിലെത്തിയാൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകൾ എത്രയോ മുന്നേ തുടങ്ങിയതാണ്. എന്നാൽ ഇപ്പോഴത്തെ ചോദ്യങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയല്ല. UDF അധികാരത്തിലെത്തിയാൽ ഇത്തവണ ഉപമുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന വാശിയിലാണ് മുസ്ലിം ലീഗ് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത്. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് നൽകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് UDFിനുള്ളിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നു എന്നതാണ്. കേരളത്തിൽ UDF മുന്നണിയിൽ വളരെ ശക്തമായ സാന്നിധ്യമാണ് മുസ്ലിം ലീഗിന്റേത്. അധികാരത്തിലെത്തണമെങ്കിൽ ലീഗിനെ പിണക്കുന്നത് നന്നാവില്ലെന്ന് UDFന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ലീഗിന്റെ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങാൻ UDF തയ്യാറാകുന്നതെന്നുമാണ് പറയുന്നത്. കേരളത്തിൽ പലയിടങ്ങളിലും കോൺഗ്രസിന് വിരലിൽ എണ്ണാവുന്ന അണികൾ മാത്രമുള്ള ഇടങ്ങളിൽ പോലും UDF ജയിച്ചു കയറുന്ന ചരിത്രമുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ലീഗ് കോട്ടകളാണ്. അങ്ങനെ നിൽക്കുന്ന ലീഗിനെ പിണക്കുന്നത് UDFന് അത്ര ഗുണം ചെയ്യില്ല. വർഷങ്ങളായി UDF സർക്കാരുകളിൽ ലീഗ് ചില സുപ്രധാന മന്ത്രിസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ലീഗ് വാശി പിടിക്കുന്നതെന്നാണ് സൂചന. അങ്ങനെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് കൊടുക്കാൻ UDF തയ്യാറായാൽ ആരായിരിക്കും ആ സ്ഥാനത്തെത്താൻ യോഗ്യനെന്ന ചർച്ചകളും ഇപ്പോൾ സജീവമാണ്. പലരും പല പേരുകൾ പറയുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം പേരുടെയും കണ്ണിൽ ഉപമുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയാണ്. കേരളത്തിൽ മുസ്ലിം ലീഗിന് ശക്തമായ സ്വാധീനമുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട്. മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ലീഗ് ശക്തമായ വോട്ട് ബാങ്ക് നിലനിർത്തുന്നുമുണ്ട്. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുന്നതിനായി ലീഗിനെ കൂടുതൽ ശക്തമായി മുന്നണിയിൽ നിലനിർത്തേണ്ടതുണ്ടെന്ന് UDF നേതാക്കൾ കരുതുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതേസമയം ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ LDF ഉൾപ്പെടെയുള്ള എതിർ രാഷ്ട്രീയ മുന്നണികളും ഇതിനോട് പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. കാരണം കേരള രാഷ്ട്രീയത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന ആശയം ഇതുവരെ വളരെ അപൂർവമായാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുന്നണികളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷ. UDF അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമോ, അല്ലെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ ഒതുങ്ങുമോ എന്നെല്ലാം കണ്ടറിയേണ്ടതുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനെ ചൊല്ലി മാത്രമല്ല, ചില മണ്ഡലങ്ങളിൽ UDF നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ലീഗ് അഭിപ്രായം പറയാറുണ്ട്. അഭിപ്രായം പറയുക മാത്രമല്ല, എതിർപ്പ് പ്രകടിപ്പിക്കാനും തങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് നൽകരുതെന്ന് പറയാനും ലീഗ് മുന്നോട്ട് വരാറുണ്ട്. അത്തരത്തിലൊരു സീറ്റ് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയാണ്. NDAയുടെ ഭാഗമായിരുന്ന ആദിവാസി നേതാവ് CK ജാനു UDFന്റെ അസോസിയേറ്റഡ് മെമ്പറായി എത്തിയിരുന്നു. ജാനു UDFൽ ചേർന്നത് സീറ്റ് ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു. സുൽത്താൻ ബത്തേരിയിലോ മാനന്തവാടിയിലോ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം ജാനുവിനുണ്ടായിരുന്നു. ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ താമരശ്ശേരിയിലെങ്കിലും സീറ്റ് വേണമെന്ന ആവശ്യം ജാനു മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ജാനുവിന്റെ ആ ആഗ്രഹങ്ങൾക്ക് പ്രധാന തടസ്സം നിന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. ബത്തേരിയിൽ ജാനുവിന് സീറ്റ് കൊടുത്താൽ തങ്ങൾ സഹകരിക്കില്ലെന്ന് ലീഗ് ഉറപ്പിച്ചു പറയുകയും നിവർത്തിയില്ലാതെ നേതൃത്വത്തിന് അത് അംഗീകരിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ലീഗ് നേരിടാൻ പോകുന്നതെന്നാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിന് ഒരു പുതിയ ഉപമുഖ്യമന്ത്രിയെ കിട്ടുമോ എന്ന് കാത്തിരുന്ന് കാണാം.